ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കളമശ്ശേരിയിലെ ഹോട്ടലിൽ നിന്ന് പുഴുനുരയ്ക്കുന്ന ഭക്ഷണം പിടികൂടി. കളമശ്ശേരി പത്തലിപ്പാലത്തെ സെയിൻ ഹോട്ടലിലെ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടിച്ചത്. ശ്യാമലി ശശിധരൻ വിവരങ്ങളുമായിട്ട്. ശ്യാമലി, ഇതൊക്കെ എത്രയോ തവണ പരിശോധന നടക്കുന്നു, പിന്നെയും പിന്നെ ഇത് തന്നെ അവസ്ഥ. നന്നാവില്ലല്ലേ? അതെ ദിവിഷ്, ഈ പൈസ കൊടുത്ത് പുഴുനിരക്കുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ മണ്ണാർക്കാട് നിന്നെത്തിയ 3 യുവാക്കളാണ് ഇത്തരം ഒരു പരാതി നൽകിയത്. ഇവിടെ നിന്നും വാങ്ങിക്കഴിച്ച അപ്പവും മുട്ടക്കറിയും. അപ്പൊ മുട്ടക്കറിയിൽ നിന്നാണ് ഈ പുഴുനിരക്കുന്ന ഭക്ഷണം അവർക്ക് കഴിക്കാൻ ഇടവന്നത്. അതിലാണ് അവർ പരാതിപ്പെട്ടത്. അതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുകയായിരുന്നു. മുട്ടക്കറിയുടെ സാമ്പിൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വൃത്തിഹീനമായ സാഹചര്യവും അങ്ങനെയുള്ള അന്തരീക്ഷത്തിലുമാണ് ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ പിഴ ഈടാക്കലുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ ആണ് ഈ ഹോട്ടലുകാർ ഇത്തരം പ്രവർത്തികൾ വീണ്ടും വീണ്ടും തുടരുന്നത് എന്ന് തന്നെയാണ് ദിവിഷ് ഇതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുക. മറ്റെന്താണ് ഇത്രയധികം മുന്നനുഭവങ്ങളും മുൻ സംഭവങ്ങളും ഉണ്ടായിട്ടും ഇത്തരം ഒരു കാര്യത്തിന് അറുതി വരുന്നില്ല ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ലാതെ മറ്റെന്താണ് നമുക്കും പറയുവാൻ കഴിയുക?